രണ്ട് രാജാക്കന്മാർ 13-ാം അധ്യായം. യഹോവാഹാസ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അഹിയാസിയുടെ പുത്രൻ യോവാഷിൻ്റെ 23-ാം ഭരണവർഷം യേഫൂവിൻ്റെ മകൻ യഹോവാഹാസ് സമറിയായിൽ ഇസ്രായേലിൻ്റെ ഭരണമേറ്റു. അവൻ 17 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുകയും നെബാബിൻ്റെ പുത്രൻ യെറോബവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ ചരിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ ഇസ്രായേൽ രാജാവായ ഹസായേലിൻ്റെയും പുത്രൻ ബെൻഹാദിൻ്റെയും കൈകളിൽ തുടർച്ചയായി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ യഹോവാഹാസ് കർത്താവിനോട് യാചിച്ചു. അവരോട് കരുണ കാണിച്ച് സിറിയ രാജാവ് ഇസ്രായേലിനെ ദ്രോഹിച്ചത് അവിടുന്ന് കണ്ടു. കർത്താവിന് ഇസ്രായേലിന് ഒരു സംരക്ഷകനെ നൽകി. അവൻ സിറിയക്കാരുടെ കയ്യിൽ നിന്ന് മോചനം നേടി ഇസ്രായേൽ ജനം മുൻപിലത്തെ പോലെ സ്വഭവനത്തിൽ വസിച്ചു. എങ്കിലും ഇസ്രായേൽ ജെറോബാം തങ്ങളെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറാതെ അവയിൽ മുഴുകി സമറിയായിൽ അക്ഷേര പ്രതിഷ്ഠ നിലനിന്നു. സിറിയ രാജാവ് നശിപ്പിച്ച് മെതിക്കളത്തിലെ ധൂളി പോലെയാക്കിയതിനാൽ യഹോവാസിൻ്റെ സൈന്യത്തിൽ 50-ലേറെ അശ്വഭടന്മാരോ 10-ലധികം രഥങ്ങളോ 10,000-ത്തിനു മേൽ കാലാൾപ്പടിയോ അവശേഷിച്ചില്ല. യഹോവാസിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഹാസ് പിതാക്കന്മാരോട് ചേർന്ന് സമറിയയിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ പുത്രൻ യഹോവാഷ് രാജാവായി. യഹോവാഷ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിൻ്റെ 37-ാം ഭരണവർഷം യഹോവാഷിൻ്റെ മകൻ യഹോവാഷ് സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി. അവൻ 16 കൊല്ലം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നബാസിൻ്റെ പുത്രൻ ജെറോബാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങൾ അവർ ചരിച്ചു. യഹോവാഷിൻ്റെ പ്രവർത്തനങ്ങളും യൂദാ രാജാവായ താമസിയോട് ചെയ്ത യുദ്ധത്തിൽ പ്രകടിപ്പിച്ച ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യഹോവാഷ് പിതാക്കന്മാരോട് ചേർന്ന് യെറോബാം സിംഹാസനായി. യഹോവാഷ് സമറിയായിൽ ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. എലീഷയുടെ മരണം. എലീഷ രോഗഗ്രസ്തനായി മരണത്തോട് ഒത്ത് ഇസ്രായേൽ രാജാവായ യഹോവാഷ് തൻ്റെ സൈന്യത്തെ അടുത്തു വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥങ്ങളും സാരഥികളും. എലീഷ പറഞ്ഞു, അവർ അമ്പും വില്ലും എടുക്കുക. അവൻ എടുത്തു. എലീഷ തുടർന്നു വില്ല് കുലയ്ക്കുക. അവൻ വില്ല് കുലച്ചു. രാജാവിൻ്റെ കൈകൾ വെച്ച് എലീഷ പറഞ്ഞു, കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറക്കുക. അവൻ തുറന്നു. എലീഷ പറഞ്ഞു, എയ്യുക. അവൻ എയ്തു. അപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയയ്ക്കെതിരെയുള്ള വിജയാസ്ത്രം, ആഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത നീ അവരെ നശിപ്പിക്കും. അവൻ തുടർന്നു, അമ്പുകൾ എടുക്കുക. അവനെടുത്തു. അവൻ രാജാവിനോട് പറഞ്ഞു, അമ്പുകൾ നിലത്ത് അടിക്കുക. അവൻ 3 പ്രാവശ്യം അടിച്ചു നിരത്തി. ദൈവപുരുഷൻ കുപിതനായി പറഞ്ഞു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയുടെ നിശേഷം നശിപ്പിച്ചു കളയുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. എലീഷ മരിച്ചു. അവൻ അവരെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്നു ദേശം ആക്രമിക്കപ്പെട്ടു. ഒരുവനെ സംസ്കരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം എലീഷയുടെ കല്ലറയിന്മേൽ എറിഞ്ഞു. എലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം
ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാസിൻ്റെ കാലം മുതൽ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചു. അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കാരുണ്യത്തോടെ കടാക്ഷിച്ചു. അവൻ്റെ നശിപ്പിച്ചില്ല. അവരെ മുൻപിൽ വന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസയേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസിയേലിൻ്റെ പുത്രൻ ബെൻഹാദ് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട നഗരങ്ങൾ യഹോബാസിൻ്റെ മകന് യാഹ്വേഷ് വീണ്ടെടുത്തു. യഹോബാസ് 3 പ്രാവശ്യം ബൽഖേദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരത്തെ വീണ്ടെടുത്തു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.